മലയാള സിനിമയിൽ തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അഭിനയ പാടവത്തിലൂടെയും സ്വന്തമായൊരിടം നേടിയെടുത്ത നടനാണ് ജോജു ജോർജ്. ഓരോ കഥാപാത്രത്തെയും തൻ്റേതായ കയ്യൊപ്പ് ചാർത്തി പൂർണ്ണതയിൽ എത്തിക്കുന്ന കലാകാരൻ. ഈ വീഡിയോയിൽ 25 വർഷം നീണ്ട കഠിനാധ്വാനത്തിലൂടെയും തളരാത്ത ഇച്ഛാശക്തിയിലൂടെയും മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നു കയറിയ ജോജു ജോർജ് എന്ന നടൻ്റെ ജീവിതകഥയും അദ്ദേഹം സിനിമയിൽ നേടിയ പ്രധാന വഴിത്തിരിവുകളും പുരസ്കാര നേട്ടങ്ങളും നമുക്കൊന്ന് നോക്കാം. 1977 ഒക്ടോബർ 22 തൃശൂർ ജില്ലയിലെ മാളക്കടുത്ത് കൂഴൂരിൽ ജോർജ് പരേക്കാട്ടിലിൻ്റെയും റോസയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. കൂഴൂർ GSSൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദവും നേടി. ചെറുപ്പം മുതലേ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ജോജുവിനെ വീട്ടുകാരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് പറിച്ചു നടാൻ പ്രേരിപ്പിച്ചത്. 1995 തൻ്റെ 18ാമത്തെ വയസ്സിൽ മഴവിൽ കൂടാരം എന്ന ചിത്രത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയരംഗത്തേക്ക് കടന്നു. 90കളുടെ അവസാനത്തിലും 2000ൻ്റെ തുടക്കത്തിലും ഒരുപാട് സിനിമകളിൽ മുഖം കാണിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. സിനിമയുടെ സെറ്റുകളിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായും ലൈറ്റ് ബോയ് ആയും ഡയറക്ഷൻ ടീമിൻ്റെ ഭാഗമായും പ്രവർത്തിച്ചു. സിനിമയുടെ പിന്നാമ്പുറങ്ങളെ അടുത്തറിയാൻ ഈ കാലം അദ്ദേഹത്തെ സഹായിച്ചു. പിന്നീട് 99ൽ ഫ്രണ്ട്സ്, 2001ൽ രാവണപ്രഭു, 2003ൽ പട്ടാളം തുടങ്ങിയ ചിത്രങ്ങളിലെ ചെറിയ പേരില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്തു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏകദേശം 100-ലധികം സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 2010 ശേഷം ലഭിച്ച കുറച്ച് നല്ല വേഷങ്ങൾ ജോർജുവിൻ്റെ കരിയറിൽ നിർണായകമായി. 2012ൽ ഓർഡിനറി എന്ന ചിത്രത്തിലെ ഡ്രൈവറായുള്ള വേഷം, 2013ൽ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ തമാശ കലർന്ന നെഗറ്റീവ് കഥാപാത്രം. പിന്നീട് 2016ൽ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പോലീസ് വേഷം ജോജുവിന് വലിയ പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തു. കൂടാതെ 2017ൽ ടേക്ക് ഓഫ്, രാമൻ്റെ ഏദൻ തോട്ടം എന്നീ സിനിമകളിലെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു. അഭിനയത്തോടൊപ്പം തന്നെ അദ്ദേഹം നിർമ്മാണത്തിലും പങ്കാളിയായി. 2015ൽ ചാർലി എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവായി. 2017ൽ ഉദാഹരണം സുജാത എന്ന സിനിമയും നിർമ്മിച്ചു. 2018ലെ ജോസഫ് എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു. ഒറ്റപ്പെട്ടുപോയ ബുദ്ധിമാനായ ഒരു മുൻ പോലീസ് ഓഫീസറുടെ ദുരന്ത ജീവിതം ജോജു വളരെ മികച്ചതാക്കി. മാത്രമല്ല, ഈ ചിത്രത്തിന് മികച്ച സ്വഭാവ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തു. അതോടൊപ്പം ഇതിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ പ്രത്യേക പരാമർശവും ലഭിച്ചു. പിന്നീട് പൊറിഞ്ചു മറിയം ജോസ്, ആൻ്റണി എന്നീ ചിത്രങ്ങളിലെ നായക കഥാപാത്രങ്ങൾ എല്ലാം അദ്ദേഹം മികച്ചതാക്കി. കൂടാതെ 2022ൽ നായാട്ട്, തുറമുഖം, മധുരം, ഫ്രീഡം ഫൈറ്റ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബിജു മേനോനുമായി പങ്കിട്ടെടുക്കുകയും ചെയ്തിരുന്നു. 2008ലായിരുന്നു അബ്ബയുമായുള്ള വിവാഹം. 3 മക്കളാണ് ഇവർക്കുള്ളത്: ഇയാൻ, സാറ, ഇവാൻ. സിനിമയിലെ തിരക്കിനിടയിലും കുടുംബത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നു. അടുത്തിടെ പണി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധാന രംഗത്തേക്കും കടന്നു. ഇത് തൻ്റെ കലാപരമായ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി എന്ന ചിത്രത്തിലെ തങ്കൻ എന്ന കഥാപാത്രം ജോജു വളരെ മികച്ചതാക്കിയിരുന്നു. അതിലെ സംഭാഷണങ്ങൾ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അതിലെ പെർഫോമൻസ് വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തുടങ്ങി തൻ്റെ അഭിനയത്തെ വിമർശിച്ചവർക്ക് മുമ്പിൽ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളോടെ മറുപടി നൽകിയ ജോജു ജോർജ് മലയാള സിനിമയിലെ അതിജീവനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനിയുള്ള ഓരോ സിനിമയിലും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഈ പ്രതിഭയ്ക്ക് മലയാള സിനിമയുടെ ഭാവിയിൽ വലിയ സ്ഥാനമുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ കഥ ഈ മനുഷ്യൻ്റേതാവാം. അഭിനയത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് താൻ അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കിയ ഈ കലാകാരന് ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.